മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാറിടിച്ച് 2 ബൈക്ക് യാത്രക്കാർക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു അറസ്റ്റിലായിരിക്കുകയാണ്. സ്റ്റേഷനിൽ ഹാജരായ മണിയൻപിള്ള രാജുവിന്റെ അറസ്റ്റ് മ്യൂസിയം പോലീസാണ് രേഖപ്പെടുത്തിയത്. നടനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ബൈക്ക് കാറിലേക്ക് വന്നിടിക്കുകയായിരുന്നുവെന്നും അസുഖമുള്ളതിനാലാണ് പുറത്തിറങ്ങാതിരുന്നതെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഇന്നലെയാണ് ഈ ഒരു അപകടമുണ്ടായത്. അതിനുശേഷം മണിയൻപിള്ള രാജു സ്വയം പറയുകയായിരുന്നു താൻ തന്നെയാണ് കാർ ഓടിച്ചത് എന്നതടക്കമുള്ള സ്ഥിരീകരണം വരുത്തുകയുണ്ടായിരുന്നു. എന്നാൽ താൻ മദ്യപിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അപകടമുണ്ടായി 10 മണിക്കൂറിന് ശേഷമാണ് മണിയൻപിള്ള രാജു പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ കേസിലാണ് ഇപ്പോൾ മണിയൻപിള്ള രാജുവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ മണിയൻപിള്ള രാജു പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നുവെന്നാണ് മണിയൻപിള്ള രാജു മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ അപ്പോൾ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എന്നൊരു ചോദ്യം ഉയരുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു അപകടം ഉണ്ടായ സമയത്ത് തന്നെ വിളിച്ചു പറഞ്ഞു എന്ന് മണിയൻപിള്ള രാജു പറയുന്നു. പക്ഷേ പോലീസ് അല്ലെങ്കിൽ FIR-ലൊന്നും തന്നെ നടന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. രാത്രി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപകടം നടന്ന അല്ലെങ്കിൽ അപകടം സംഭവിച്ച വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ അപകടം ഉണ്ടായ സമയത്ത് മണിയൻപിള്ള രാജു തന്നെ പോലീസിനെ വിളിച്ച് പറയുകയാണ് താൻ നാളെ രാവിലെ 9:30 വന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്നാണ് മണിയൻപിള്ള രാജു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനെല്ലാം തന്നെ സമ്മതം മൂളുന്ന ഒരു നിലപാടായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ മണിയൻപിള്ള രാജുവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 വകുപ്പുകളാണ് മണിയൻപിള്ള രാജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ അപകടകരമാകുന്ന രീതിയിൽ വാഹനം ഓടിച്ചു, പ്രാഥമിക ശുശ്രൂഷ നൽകിയില്ല തുടങ്ങിയ വകുപ്പുകളടക്കം തന്നെ ചുമത്തിയാണ് മണിയൻപിള്ള രാജുവിനെതിരെ FIR അടക്കം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലീസ് എഴുതിയ അല്ലെങ്കിൽ പോലീസ് ഉണ്ടാക്കിയ FIR-ൽ മണിയൻപിള്ള രാജുവിന്റെ പേര് പരാമർശിച്ചിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അല്പസമയം മുൻപാണ് അപകടം സംഭവിച്ച വാഹനം പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ ഈ വൈദ്യപരിശോധനയ്ക്കടക്കം തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കറിയാം അപകടം നടന്ന് ഏകദേശം 10 മണിക്കൂർ കഴിഞ്ഞു. ഈ വൈദ്യപരിശോധന നടത്തിയാലും മണിയൻപിള്ള രാജു മദ്യലഹരിയിലാണ് വാഹനം ഓടിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടൊന്നും കണ്ടെത്താൻ സാധിക്കില്ല. കാരണം അതിന് 10 മണിക്കൂറോളം കഴിഞ്ഞത് കൊണ്ട് തന്നെ അത് കണ്ടെത്തുക എന്നത് അത്രയും പ്രയാസപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതെല്ലാം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു ഗുരുതര വീഴ്ച തന്നെയാണെന്നാണ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിൽ മാധ്യമങ്ങളോട് മണിയൻപിള്ള രാജുവിനോട് പ്രതികരണം മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. ആ സമയത്ത് മണിയൻപിള്ള രാജു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ യുവാക്കളാണെങ്കിൽ അതായത് ഈ ബൈക്കാണ് കാറിലേക്ക് വന്നിടിച്ചിട്ടുണ്ടായിരുന്നത്, കാറല്ല. ഈ ഒരു അപകടം ഉണ്ടായ സമയത്ത് തന്നെ താൻ ക്ലബിലുള്ള ആളുകളോട് വിവരം അറിയിച്ചിരുന്നു, ഒരു ആംബുലൻസ് കൊണ്ടുവരണം, ഇവിടെ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് താൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് മണിയൻപിള്ള രാജു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഈ ഒരു അപകടം ഉണ്ടായ കാര്യങ്ങളടക്കം തന്നെ പറഞ്ഞത് തനിക്ക് ഭയമായതുകൊണ്ടാണ് വാഹനം നിർത്താതെ താൻ പോയതെന്നാണ് മണിയൻപിള്ള രാജു മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. താൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്, താൻ മദ്യപിക്കാറില്ല, കഴിഞ്ഞ 2 വർഷമായി താൻ മദ്യപിക്കാറില്ല, തനിക്കിപ്പോൾ ചിക്കൻ ഗുനിയാണ് തുടങ്ങിയ കാര്യങ്ങളടക്കം തന്നെ മണിയൻപിള്ള രാജു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അസുഖബാധിതനായതുകൊണ്ട് ഭയം മൂലമാണ് താൻ വാഹനം നിർത്താതെ പോയതെന്നാണ് മണിയൻപിള്ള രാജു മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എത്രത്തോളം വിശ്വസനീയമാണ് ഈ കാര്യങ്ങൾ എന്നതിലടക്കം തന്നെ സംശയം ഉടലെടുക്കുന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു സാധാരണക്കാരന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനയായിരുന്നു മണിയൻപിള്ള രാജുവിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും മണിയൻപിള്ള രാജുവിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും മണിയൻപിള്ള രാജുവിൻ്റെ ഒരു സുഹൃത്തിന്റെ സാമീപ്യം ഉണ്ടായിരുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മണിയൻപിള്ള രാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും
ഇറങ്ങുമ്പോഴടക്കം തന്നെ ഒരു സുഹൃത്തിന്റെ സാന്നിധ്യം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മനുഷ്യന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന ഒരു നടൻ എന്ന രീതിയിൽ മണിയൻപിള്ള രാജുവിന് ലഭിക്കുന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് വഴുതക്കാട് വെച്ചാണ് ഈ ഒരു അപകടമുണ്ടായത്. ഈ ബൈക്കിലെത്തിയ 2 യുവാക്കൾ ഇപ്പോൾ ഈ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരമായി ചികിത്സയിൽ തുടരുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു യുവാവിന്റെ ഇടുപ്പിൽ പൊട്ടിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ മണിയൻപിള്ള രാജു വ്യക്തമാക്കുന്ന കാര്യം താൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് തനിക്ക് ഉറപ്പുണ്ട്. താൻ സഹായം നൽകേണ്ടതായിരുന്നു, പക്ഷെ ഭയം കൊണ്ട് മാത്രമാണ് വാഹനം നിർത്താതെ പോയത്. പക്ഷെ താൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് മണിയൻപിള്ള രാജു സമ്മതിക്കുന്നടക്കമുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ മണിയൻപിള്ള രാജുവിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാഹനം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മറ്റു നടപടിക്രമങ്ങളിലേക്ക് അടക്കം തന്നെ അല്പസമയത്തിനകം കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, കാറിടിച്ച 2 ബൈക്ക് യാത്രക്കാർക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിലാണ് ഇപ്പോൾ നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റേഷനിൽ ഹാജരായ മണിയൻപിള്ള രാജുവിൻ്റെ അറസ്റ്റ് മ്യൂസിയം പോലീസാണ് രേഖപ്പെടുത്തിയത്. നടനെ തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ബൈക്ക് കാറിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നുവെന്നും അസുഖമുള്ളതിനാലാണ് പുറത്തിറങ്ങാതിരുന്നതെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.